എനിക്ക് കുറച്ച് എക്സ്പെരിമെൻ്റലായിട്ട് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ പാട്ടിൽ. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു മൾട്ടി ജോണേഴ്സ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. മെലോഡിക് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ടെക്നോ എന്ന് പറഞ്ഞിട്ടൊരു 2 ജോണറുണ്ട്. ഇവിടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ആ സോങ്ങിനകത്ത് ഒരുപാട് ഇമോഷൻസ് ഉണ്ട്, ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. പ്രോഗ്രാമിംഗ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അമൽ. ഡയറക്ഷൻ അടിപൊളിയായിട്ട് അനന്തവും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അത്രയും എക്സാജറേറ്റ് ചെയ്യാനുള്ള സാധനമുണ്ട്. മറിയ അടിപൊളിയായിട്ട് പാടി വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു എക്സ്പെരിമെന്റൽ ട്രാക്ക് നല്ല സമയത്ത് തന്നെയാണ് ചെയ്തത്. ഒന്നാമത് അമലിന്റെ ടോണ് അമൽ ബേസിക്കലി ഒരു EDM ലവറാണ്. അവൻ വെളിയിലോട്ടുള്ള ട്രാക്സ് കൂടുതൽ കേൾക്കുന്നത് കൊണ്ട് അവൻ അങ്ങനത്തെ ടോൺസ് ഏത് പാട്ടിലാണെങ്കിലും യൂസ് ചെയ്യും. ഏറ്റവും വിഷമം കാര്യം അയ്യോ അത് മാറ്റണമല്ലോ, ഒരു എലമെന്റ് പോകുന്നത് പിന്നെ ഉരുടെണ്ണം മാറിയ ഭയങ്കര എന്നെ വിളിക്കായിരുന്നു ആളി, എങ്ങനെയാണ് പ്രശ്നം ഉണ്ടായി. അയ്യോ ഞാൻ എന്താ ആളി ഇനി മാറ്റട്ടാ, ട്രാക്ക് മൊത്തം പൊളിക്കട്ടാ. ആക്ച്വലി ആ ചെറിയ പാട്ട് ചെയ്തെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവ ഒരു ഗ്രൂവ് തന്നു, അതിലാണ് ഞാൻ കമ്പോസ് ചെയ്തത്. രണ്ടാമത്തെ പാട്ട് ഞാൻ ഒരു വോക്കല് പാടി ഇവൻ അയച്ചു അതിൽ പ്രോഗ്രാം ചെയ്തു. ഇങ്ങനെ ഒരു പരിപാടിയായിരുന്നു. ഒരു ദിവസം എന്നെ ഫോൺ വിളിച്ചിട്ട് നീ എന്താ എഴുതി വെച്ചിരിക്കുന്നത്, കാരണം വേറെ എനിക്ക് ചില സോങ്സ് ഒക്കെ എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെടില്ല, പക്ഷെ അത് കേട്ടിട്ട് എനിക്ക് എന്റെ ഫേവറേറ്റ് സോങ് ആയി മാറിയിട്ടുണ്ട്. അതുപോലത്തെ ഒരു സോങ് എനിക്ക് കിട്ടിയതായിരുന്നു. 2 ദിവസം മുന്നേ സോറി ഒക്കെ പറഞ്ഞു ഞാൻ ചെയ്യുന്നത്. അപ്പൊ ഗ്രൂപ്പായിട്ടും കേട്ടിട്ടൊന്നും അള്ളിയാ സാധനം സെറ്റ്. നീലവാനം പോലെ ചിരികളുമായി വരികളിൽ തീരാ കഥയും അകലെ നീ അവിടെ മൗനമേ നനയാ